ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് മറൈൻ ഡ്രൈവും ഫോർട്ട് കൊച്ചിയും അതേപോലെ വാട്ടർ മെട്രോയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ മെട്രോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലാബില്ല. അല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോക്ക് ഒരിക്കലും നടക്കത്തില്ല. ബിക്കോസ് ഞങ്ങൾക്ക് ലാബ് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓരോ ടൈമാണ് കയ്യിൽ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും ഒരുമിച്ച് പോകാമെന്നുള്ളതിലാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇവിടെ ഇതാ മെട്രോക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഗായ്സ്. അപ്പോൾ എനിക്ക് ഒട്ടും സുഖമില്ല, ജലദോഷം പിടിച്ചിട്ടുണ്ട്. വെള്ളം പിടിക്കാത്ത ഇതുകൊണ്ടാകാം ജലദോഷം പിടിച്ച് ആവശ്യമായിട്ടുണ്ട് ഗായ്സ്. എന്നാലും നമ്മളെല്ലാവരും ഇന്ന് പോകാമെന്ന് കരുതി എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുകയല്ല, അങ്ങനെ വന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഞങ്ങളെല്ലാവരും ഇവിടെ മെട്രോക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ നമ്മളിപ്പം പ്രോജക്റ്റ് ഡേ 1ഉം 2ഉം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 3 വരെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ബാക്കി ഇട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡെയിലി ഈ ഇതന്നെയല്ലേ കാണിക്കുന്നത്, ഞാൻ പോകുന്ന വഴി വരുന്ന വഴി. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് പഠിച്ചിട്ട് തന്നെ ഉണ്ടാകും. പിന്നെ ആ ഒരു ലാബും അപ്പോൾ ഇതന്നെ ഡെയിലി ഇടുന്നത് എനിക്ക് എന്തോ ഒരു മടുപ്പ് പോലെ ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ഡേ 2, 3, 4 എന്നാക്കിയിട്ട് ഇടലെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടി പുറത്തേക്ക് പോവുകയാണ് നമ്മൾ. പിന്നെ ഞങ്ങൾ മഹാരാജാസിലെ മറ്റോ ആണ് കേട്ടോ മെട്രോന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഓട്ടോയിൽ പോകാനാവില്ല, കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരു 3 ഓട്ടോയിലായിട്ടാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പോണത് മറൈൻ ഡ്രൈവിലേക്കാണ്. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ, നല്ല പൊരി വെയിലത്താണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന സ്ഥലത്ത് ആ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് ഫുള്ള് ചന്ത പോലെ ഇങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നതൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഇവിടുത്തെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ അവരൊക്കെ എത്തുമല്ലോ എന്നുള്ളതിൽ. പക്ഷെ ഞങ്ങളിവിടെ എത്തി കുറേ സമയം കഴിഞ്ഞിട്ടും അവരാരും എത്തിയിട്ടില്ല ഗായ്സ്. കാരണം അവർ ഇതിൻ്റെ തന്നെ ഏതോ ഭാഗത്ത് പോയിട്ടാണ് കേട്ടോ ഓട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കുറേ ഇങ്ങോട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവരെ നോക്കി നടക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി. അപ്പോൾ ഞങ്ങൾ നടത്താൻ തുടങ്ങുകയാണ് ഗായ്സ്. അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തന്നെയാണോ എന്നും ഞാനറിയില്ല. പക്ഷേങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് കാണാൻ തന്നെയാണ് കേട്ടോ ഇതുള്ളൂ. പിന്നെന്തോ ബോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെ ഇവിടെ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു ഗായ്സ്, കുറച്ചധികം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്രയോ പൈസ കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഒരു സ്റ്റെപ്പിൻ്റെ അടുത്തുണ്ട് എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു സ്റ്റെപ്പ് എത്തി. ഇവിടെ അവരില്ല ഗൈസ്. അപ്പോൾ ഇനി അതും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ പൊരി വെയിലത്താണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ കുറേ നടന്ന് ഇപ്പോൾ ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ എന്താണെന്നറിയില്ല ഐസ്ക്രീം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ സുഖമില്ലെങ്കിലും ഞാൻ ഐസ്ക്രീം കഴിച്ചു ഗൈസ്. എൻ്റെ ഐസ്ക്രീമിൻ്റെ കൂടെയുള്ള ആർത്തി കാരണം എനിക്ക് അസുഖമുള്ളതൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നു ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നടന്ന് ഫൈനലി ഗൈസ് നമ്മളിവരെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നിന്ന് ഇനിയും കുറേ ആൾക്കാർ എത്താനുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. കുറച്ച് ആൾക്കാർ ഇവിടുന്ന് കണ്ടു. ഞങ്ങൾ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു, അങ്ങനെ ഒരുപാട് കളിച്ചിട്ടാണ് കേട്ടോ ഇവരെ കണ്ടു കിട്ടിയത്. അങ്ങനെ എല്ലാവരും ഇനി എങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞ് കുറേ ഇരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി അവർ ഏതൊരു ബോട്ട് ചെട്ടീൻ്റെ അടുത്തുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ച് തണലുണ്ടായിരുന്നു കേട്ടോ, ബാക്കി എല്ലായിടത്തും നല്ല വെയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കൊച്ചിത്തെ വെയിൽ ഫുള്ള് ഞങ്ങൾ കൊണ്ടിട്ടുണ്ട്. പോകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇവിടുത്തെ വെയിൽ ഫുള്ള് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഈ ഒരു പോകുന്ന സൈഡിലൊക്കെ ഇങ്ങനെ ടാറ്റോ അടിക്കുന്നത്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അച്ചിലുള്ള മൈലാഞ്ചിയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോറിനേഴ്സൊക്കെ അങ്ങനെ ഇടുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് മെഹന്തിയെല്ലാം. അങ്ങനെ പിന്നെ നമുക്ക് അവിടെ അതേപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ഫ്രൂട്ട്സൊക്കെ പിന്നെ ഉപ്പും മുളകൊക്കെ ഇട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബീച്ചിലൊക്കെ ഉള്ള പോലെ തന്നെ അങ്ങനെ ഫുള്ള് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ അതൊന്നും കഴിക്കാൻ നിന്നില്ല, ഞങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തേണ്ട ആ ഒരു ലക്ഷ്യത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ട് ജെട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം നമുക്കപ്പുറം ഫോർട്ട് കൊച്ചിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 6 രൂപയാട്ടോ ടിക്കറ്റ് വരുന്നത്.
അപ്പം ഇതാ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി നോക്കുമ്പോഴാണ് വലിയ ക്യൂ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഒരാൾക്ക് 3 ടിക്കറ്റ് എടുക്കാൻ പറ്റും, അതിൽ കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളൊരു 3-4 പേര് ക്യൂവിൽ നിന്നു. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ വെയിൽ കൊണ്ട് വാടി തളർന്നിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഇതാ അവിടെ ഇരുന്നു. അപ്പോൾ ഇതാ ഫൈനലി നമുക്ക് ടിക്കറ്റ് കിട്ടി ഗായ്സ്. അങ്ങനെ ഇതാ ഞങ്ങൾ ബോട്ട് ജെട്ടിയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും എണീറ്റ്. ഇവിടെ കുറേ ആൾ കിടന്ന് ഉറങ്ങി കേട്ടോ. കാരണം കുറേ ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടായിരുന്ന ബാക്കി ടീംസ് നമ്മളിവിടെ എത്തിയവരാണ് കേട്ടോ കാണുന്നത്. കാരണം ഒരു വേറോട്ടൊക്കെ ഒരു വേറെ എവിടെയോ അല്ല ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടി. അങ്ങനെ ഇതാ ഞങ്ങൾ ബോട്ട് ചെട്ടി കയറാൻ പോവാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നുമല്ല കേട്ടോ. ഞാൻ ഇതിന് മുമ്പും ബോട്ട് ചെട്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ അതിലേക്ക് കയറാൻ വേണ്ടി പോകണം. അപ്പം നമ്മൾ സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഫോട്ടോ എടുക്കുക, നമുക്ക് എല്ലാം കാണുകയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഞങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനമായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നടുവിലുള്ള ആ ഒരു സീറ്റാണ് കിട്ടിയത്. അതന്നെ കിട്ടിയത് എന്തോ ഭാഗ്യം. അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും ബോട്ടിൽ കയറി ഇരുന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ ബാക്കി എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഫോട്ടോ കൊച്ചിയിൽ അവിടെ ഇറക്കും. എന്നിട്ട് അവിടെ നിന്ന് നടക്കാനായിട്ടേ ഉള്ളൂ ഫോട്ടോ കൊച്ചിയിലേക്ക് എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് പല തരത്തിലുള്ള ബോട്ടുകൾ കപ്പലുകളൊക്കെ കാണാം കേട്ടോ. ബോട്ടും കപ്പലും ഒന്നാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ബോട്ട് കാണാം, പല തരത്തിലുള്ളത് കേട്ടോ. എവിടെ വന്നേരാൻ തോന്നി ഇങ്ങനത്തെ ഒക്കെ കാണുന്നത്. പിന്നെ നമ്മൾ TV കാണാനല്ലാതെ നമ്മൾ കണ്ടുകൊണ്ട് ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ പുറകിലത്തെ വഴിയിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് പുറത്തേക്കാണ് കേട്ടോ പോണത്. പിന്നെ ഇവിടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണ് അവിടെ അല്ലെങ്കിൽ ഇങ്ങനെ തിരക്ക്? ചിലപ്പം ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ഫോട്ടോ വെച്ചിലേക്ക് പോകണം കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും വഴി അറിയത്തില്ല, ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകണം എന്നുള്ളതിലാണ് കേട്ടോ ഞങ്ങളുള്ളത്. പിന്നെ ഇവിടുന്ന് പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ അങ്ങനെ നടന്നാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു അത്തറിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി വഴി ചോദിക്കാന്നുള്ളതിൽ അവിടെ കയറി നോക്കുമ്പോൾ അവിടെ ഏതോ ഒരു ഹിന്ദിക്കാരനായിരുന്നു ഗൈസ്. അപ്പോൾ അയാൾക്ക് അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് ഇതാ നേരെ പോവാണ്. അപ്പോൾ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും വീണ്ടും നടക്കുകയാണ് ഗൈസ്, ഈ കൊച്ചിയിലെ നട്ട വെയിലത്ത്. അങ്ങനെ ഞങ്ങളെല്ലാവരും നടന്നു. കുറേ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് 1 കിലോമീറ്റർ ആയിട്ട് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു നിസ്കരിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടു. അങ്ങനെ അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ് ഗൈസ്. അങ്ങനെ നടന്ന് നമ്മളത് ഏകദേശം അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫൈനലി നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി ഗൈസ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എത്തിയ സമയത്ത് ഇവർ ആരും ഫുഡ് കഴിക്കാണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു കേട്ടോ വന്നത്. അങ്ങനെ ഇവർ വിശന്ന് അവശരായിട്ടുണ്ട്, നടക്കുകയും ചെയ്തു വെയിലും കൊണ്ട്. അങ്ങനെ അവർ ഫുഡ് കഴിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഉള്ളിൽ പോയിട്ടൊക്കെ കാണട്ടെ, നിങ്ങൾ കഴിഞ്ഞിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു ഗൈസ്. അങ്ങനെ ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കും പോന്നു കേട്ടോ. ഇവിടെ എന്തോ കൊച്ചിൻ കാർണിവൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫുള്ള് തിരക്കാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും തിരക്ക്. അപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ എന്തായിരിക്കും, അതേപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ ചെരുപ്പ്, അതേപോലെ ഡ്രസ്സ്, പിന്നെ ഉപ്പിലിട്ടത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് കേട്ടോ. തിരക്കാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. കുറച്ചുകൂടി വൈകുന്നേരം നല്ലോണം ആകുമ്പോഴേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തൂക്കിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് കയറി കേട്ടോ. എന്തൊക്കെ ഡ്രസ്സൊക്കെ നോക്കാമെന്നുള്ളതിൽ. പക്ഷേ ഇവിടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വെക്കുന്ന ഡ്രസ്സ് കുറച്ചുകൂടി വില കുറവായിരിക്കില്ലേ. ഇവിടെ നല്ല പൈസയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഓൾഡ് ഹാർബർ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ പോയിട്ടോ. നമ്മളെല്ലാവരും ഫോട്ടോ ഇവിടുന്ന് എടുത്തിട്ടുള്ളത് കാണാമല്ലോ. അങ്ങനെ ഞങ്ങളും പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് ഫോട്ടോ കൊടുത്തു. അവിടുന്ന് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞങ്ങളും അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ നടന്നത് ബീച്ചിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് നമുക്ക് പല തരത്തിലുള്ള കപ്പലുകൾ കാണാം കേട്ടോ. ശരിക്കും നല്ല നമ്മൾ TV കാണുന്ന സാധനങ്ങളൊക്കെ അല്ലേ, കണ്ണോണ്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വാട്ടർ മെട്രോയിലേക്കാണ് ഗൈസ് വന്നത്. നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊന്നും ഇറങ്ങിയിട്ടില്ല, പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. വാട്ടർ മെട്രോൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ വലിയ ക്യൂ തന്നെയാണ് കേട്ടോ.
അങ്ങനെ ഇതാ കുറച്ച് നേരം ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വന്നത്, പക്ഷേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരം വൈകിയപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തണമല്ലോ. പിന്നെ ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഫോട്ടോ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ വാട്ടർ മെട്രോ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് നടക്കണ്ടല്ലോ, ഇവിടെ തന്നെ കയറാലോ എന്നുള്ളതിൽ ഇവിടുന്ന് ഞങ്ങൾ മറൈൻ ഡ്രൈവ് വരെ ഈ ഒരു വാട്ടർ മെട്രോ പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അങ്ങനെ ഇതാ ഗൈസ് ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ബാക്കിയുള്ള ഓരോന്നും ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. വരാൻ നേരത്ത് അവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു വേഗം പോകുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറാണ് ഗൈസ്. അപ്പോൾ മറ്റേ മെട്രോനെ അപേക്ഷിച്ച് ഈ ഒരു വാട്ടർ മെട്രോ മെല്ലെയാണ് കേട്ടോ പോണത്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രാത്രിയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഞങ്ങൾക്കൊന്നും നല്ലോണമായിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പുറത്തുള്ള കാഴ്ചകളൊന്നും അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റത്തോട്ട് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് ടൈം എടുത്തു കേട്ടോ ഇതിൽ നിന്ന് അങ്ങ് എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറുമ്പോൾ തന്നെ സമയം ഒരു 6:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ നേരെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വന്ന പോലെ നമ്മൾ മറൈൻ ഡ്രൈവിലേക്കായിരുന്നു കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ മറൈൻ ഡ്രൈവ് ഇറങ്ങുക, എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, നമുക്ക് ഓട്ടോന് ഇവിടെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി അവിടുന്ന് മെട്രോ കയറിയിട്ട് വേണം നമുക്ക് കുസാറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഇവിടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ പോയയിടത്തൊക്കെ നല്ല തിരക്കുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ നമ്മൾ പോയതൊക്കെ. അങ്ങനെ ഇതാ ഞങ്ങളിതാ ഇവിടുന്ന് വാട്ടർ മെട്രോന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒട്ടും ടൈമില്ല കേട്ടോ, ലേറ്റ് ആയല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കുറച്ച് നേരത്തെ കയറണം, അതുകൊണ്ട് ഞങ്ങൾ ഓടുമായിരുന്നു കേട്ടോ ഇവിടുന്നൊക്കെ. അങ്ങനെ എങ്ങനെയല്ലോ നമ്മൾ അവിടെ എത്തിയത് തന്നെ ലേറ്റായിട്ടാണല്ലോ, അതുകൊണ്ട് ടൈം പോകുന്നത് നമുക്ക് മനസ്സിലായിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ ഒന്നിനും ടൈമില്ലാത്ത പോലെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങിയ പാടെ ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ചൊരു ഓട്ടോ കിട്ടുമോ എന്നുള്ളതിൽ ഞങ്ങൾ കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ നല്ല തിരക്കുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഇവിടെയും നമുക്കതാ ഒരു ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. ഇവിടെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുള്ളത് കാണാം. അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഉള്ള ഒരാളോട് വായി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞു അങ്ങോട്ട് നടന്ന ഓട്ടോ കിട്ടുന്നു. അങ്ങനെ ഞങ്ങളിതാ വേഗം അങ്ങോട്ടൊക്കെ നടന്നു. എന്നിട്ട് ഓട്ടോന് വേഗം മെട്രോ സ്റ്റേഷനിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ